ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനവും മനനവും എത്രമാത്രം നടത്തിയാലും തീരുന്നതല്ല. അനേകം സത്തകളുടെ ഒരു വലിയ കലവറയാണ് സങ്കീർത്തനങ്ങൾ. നമ്മൾ മുൻ എപ്പിസോഡുകളിൽ ഓർപ്പിച്ചതുപോലെ സങ്കീർത്തനങ്ങൾ സത്കീർത്തനങ്ങളാണ്. വലിയ ചിന്താധാരകളെ ഗാനരൂപേണ ഭക്തിയുടെ തലത്തിൽ മനുഷ്യ മനസ്സിലേക്ക് സങ്കീർത്തനങ്ങളിലൂടെ സംവേദിപ്പിക്കുന്നു. ഇതിൽ സംഭാഷണമുണ്ട്, പരാതികളും പരിഭവങ്ങളുമുണ്ട്, പ്രാർത്ഥനയും ധ്യാനവുമുണ്ട്, തത്വചിന്തയുണ്ട്, ലോകവീക്ഷണമുണ്ട്, ശാസ്ത്രവീക്ഷണമുണ്ട്, ചരിത്രവ്യാഖ്യാനമുണ്ട്, ഭാവിയെപ്പറ്റിയുള്ള പ്രതീക്ഷാനിർഭരമായ സന്ദേശങ്ങളുണ്ട്, ഭരണ സംവിധാനങ്ങളുടെ വ്യാഖ്യാനങ്ങളുണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ധാരാളം ചിന്താധാരകളുടെ ഒരു സമ്മിശ്ര ഭാവമാണ് 180 സങ്കീർത്തനങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുതിയ എപ്പിസോഡിൽ 22-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഞാൻ സമർപ്പിക്കുകയാണ്. ഇതിൻ്റെ ഓരോ വാക്യങ്ങളും അനിർവചനീയമായ ചിന്തകളുടെ പൊരുളും നിഴലും ഉൾക്കൊള്ളുന്നതാണ്. ആ ഒരു തലത്തിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഈ 2 വാക്യങ്ങൾ, 22-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ. നീയാണല്ലോ എന്നെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. നീയാണല്ലോ എന്നെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭാശയത്തിൽ നിന്ന് ഞാൻ നിങ്കിൽ ഏൽപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഗർഭാശയം മുതൽ നീ എൻ്റെ ദൈവമാകുന്നു. ഇതേ ആശയമുള്ള വാക്യങ്ങൾ സങ്കീർത്തനങ്ങളിൽ മറ്റു പുസ്തകങ്ങളിലും നമുക്ക് വായിക്കാം. വേദപുസ്തകത്തിലെ പ്രവചന ഭാഗങ്ങളിലൊക്കെ ഇതേ ചിന്താധാരകൾ ഉൾക്കൊള്ളുന്നുമുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ എന്ന് ധ്യാനത്തോടെ പരിഭവത്തോടെ ചോദിച്ചു തുടങ്ങിയ സങ്കീർത്തനക്കാരൻ അവൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളും അവൻ കടന്നുപോകുന്ന വഴിത്താരകളുമൊക്കെ നമുക്ക് വെളിവാക്കി തരികയാണ്. രാജാവും നബിയും ഒക്കെ ആയിട്ട് പോലും തൻ്റെ ജീവിതധാരകളിൽ നേരിട്ട കാര്യങ്ങളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു സാധാരണ മനുഷ്യൻ്റെ തലത്തിലേക്ക് ദാവീദ് രാജാവ് കടന്നു വരികയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് പ്രഭാഷണം നടത്തുന്നവരുടെയും ആത്മീക ആചാര്യന്മാരുടെയും ചിന്തകന്മാരുടെയും ഒക്കെ പ്രശ്നം എപ്പോഴും തങ്ങളുടെ മുൻപിലിരിക്കുന്നവർ ബലഹീനരാണ്, തങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, തങ്ങൾ നീതിമാന്മാരാണ്, നിറവുള്ളവരാണ് എന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നടത്തുന്നത്. പാപികളെന്ന് പറയുന്നത് ബാക്കിയുള്ളവരാണ്, കുറവുള്ളവരെന്ന് പറയുന്നത് സമൂഹമാണ്, മൺമേരാണ് എന്നുള്ള രീതിയിലുള്ളൊരു വ്യാഖ്യാനം. പക്ഷേ ഈ സങ്കീർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പഠിപ്പിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും അവനും താഴേക്കിടയിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ പരാതികളും പരിഭവങ്ങളും ഒക്കെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. പറയുന്ന ഞാൻ ഇതിൽ നിന്നൊന്നും അകന്നവനല്ല. എനിക്കൊത്തിരി കുഴപ്പങ്ങളുണ്ട്, കുറവുകളുണ്ട്. എനിക്കും ഇന്ന് ബലഹീനത വന്നപ്പോൾ ഞാൻ ഇന്ന രീതിയിലൊക്കെയാണ് ചിന്തിച്ചത് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. നമ്മളൊക്കെ ഇന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു വേദനയോടുകൂടി പറയും. ഒരുപക്ഷെ ചിലപ്പോൾ ദൈവനാമത്തെ ദുഷിച്ചെന്നിരിക്കും, വേദപുസ്തകത്തെ എതിർത്തെന്നിരിക്കും. വേദപുസ്തകം കത്തിക്കുന്നവരുണ്ടാകും, കർത്താവിൻ്റെ സുവിശേഷത്തെ നിന്ദിക്കുന്നവരുണ്ടാകും. ഇവരെയൊക്കെ ശാപത്തോടാണ് നമ്മൾ കാണുന്നത്. അയ്യോ, ദൈവമില്ലാത്തവർ, നിരീശ്വരന്മാർ,
പക്ഷേ നമ്മൾ കടന്നു പോകേണ്ട ഒരു വലിയ വഴിത്താര പറയുകയാണ്. ഒരുവനെ നിരീശ്വരനാക്കി, ദൈവമില്ലാത്തവനാക്കി, മത്സരിയാക്കി നമ്മൾ മാറ്റി നിർത്തും തോറും അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പള്ളിയിൽ വരത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ദൈവത്തെ വിളിക്കത്തില്ല, അവൻ അകന്നു പോകുകയാണ്. പക്ഷേ അങ്ങനെയല്ല. ഞാനും അവനും കടന്നു പോകുന്നത് സെയിം വഴിത്താരയിലൂടെയാണെങ്കിൽ, ഒരേ ചര്യകളിലൂടെയാണെങ്കിൽ, ഒരുപക്ഷെ ഞാനും ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാം. ഒരുപക്ഷെ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന വഴിത്താരയുടെ അതിവേദനയുടെ ആഴത്തിലേക്ക് ഞാനോ നിങ്ങളോ പ്രവേശിക്കാത്തത് കൊണ്ടാകാം ഇപ്പോൾ അങ്ങനെയൊന്നും പറയാത്തത്. സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവൻ വളരെ നിഷ്കളങ്കമായി തന്നെ പറയുകയാണ്, ഞാനും ഇങ്ങനെയൊക്കെ പറയും. ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്? ഞാനിങ്ങനെയൊക്കെ പറയും. നീ അകന്ന് നിൽക്കുന്നതെന്ത്? രാവും പകലും നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, രാത്രിയിൽ സ്വസ്ഥതയില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയും. ഞാനും പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നവനല്ല. മനസ്സ് നൊമ്പരപ്പെട്ടതുകൊണ്ട് ഞാൻ ദൈവമില്ലാത്തവനല്ല, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവനല്ല. അങ്ങനെയൊന്നുമല്ല അർത്ഥം. നിന്റെ പാപം രക്താംബരം പോലെ കടുഞ്ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുമെന്നുള്ളൊരു വാഗ്ദാനം ഉള്ള തിരുവചനത്തിൽ വിശ്വസിക്കുന്നവരാ നമ്മുടെ സമൂഹം. അപ്പോൾ ഓർത്തോണം, വെണ്മയുള്ളവനെ വെണ്മയാക്കുക എന്നുള്ളതല്ല ദൈവിക പദ്ധതി. മറിച്ച് രക്താംബരം പോലെ കടുഞ്ചുവപ്പായ പാപങ്ങളുള്ളവൻ പോലും, ദൈവത്തെ നിഷേധിക്കുന്നവൻ പോലും തിരിച്ചു വന്ന് സുവിശേഷം പറയണമെന്നും സുവിശേഷത്തിലായിരിക്കണമെന്നും നല്ലവനായി ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു പഠിപ്പിക്കലാണ് നമുക്കുള്ളത്. അപ്പം സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഇത് തന്നെയാണ്. അവൻ തന്നെ ബലഹീനനായ ഒരു മനുഷ്യനുമായി താതാത്മ്യം പ്രാപിക്കുകയാണ്, കുറവുള്ളവനുമായി താതാത്മ്യം പ്രാപിക്കുകയാണ്. നമ്മളതുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം. എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കും, ദൈവത്തെ വിളിക്കും, നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിക്കും. ആ സമയത്ത് ഇതൊന്നും ചെയ്യാത്തവനെ നമ്മൾ നിന്ദിച്ചെന്നിരിക്കും. അവനും എന്തുകൊണ്ട് ദൈവത്തെ വിളിച്ചുകൂടാ? ഞാനിതൊക്കെ ഉണ്ടായിട്ടും ദൈവത്തെ വിളിച്ചല്ലോ. അവന് പട്ടിണി കടന്നിട്ട് പോലും ദൈവത്തെ വിളിക്കുന്നില്ലല്ലോ. നമ്മളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കണം, ദൈവമേ, ഞാനൊരു പട്ടിണിപ്പാവമാണെങ്കിൽ, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവനാണെങ്കിൽ, കുടുംബജീവിതത്തിൽ പരാജയം സംഭവിച്ചവനാണെങ്കിൽ, പ്രാരാബ്ദങ്ങളുള്ളവനാണെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. എപ്പോഴും പള്ളിയിൽ പോകാനും നേർച്ച കൊടുക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടാനും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാനും ഒക്കെ സാധിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? അതുകൊണ്ട് ഓർത്തോണം, ഒരു മനുഷ്യൻ ദൈവത്തെക്കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചോ വിപരീതമായ അർത്ഥത്തോടുകൂടി ദൈവമില്ല, ദേവനില്ല എന്ന് പറയുമ്പോഴും ഓർത്തോണം, നമ്മൾ കണ്ണുനീരോടുകൂടി അവന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നേക്കാൾ നന്നായി ജീവിച്ച അവൻ ആ രീതിയിൽ പറയത്തക്ക രീതിയിൽ അവൻ്റെ മനസ്സായി തീർന്നു, ജീവിതമായി തീർന്നു, ചുറ്റുവട്ടമായി തീർന്നു. ഒരുപക്ഷെ എൻ്റെ മനസ്സാണെങ്കിൽ അതിനേക്കാൾ ചഞ്ചലമായിരുന്നു. എനിക്കിങ്ങനെ വന്നാൽ ഞാൻ ഇരട്ടിയായിട്ട് പറഞ്ഞു പോയേനെ. അങ്ങനെ വരുത്താതെ ഇത്രത്തോളമൊക്കെ നടത്തുന്ന അനുഭവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് അങ്ങനെയുള്ളവർ രക്ഷപ്പെടുവാൻ തക്കവണ്ണം, തിരിച്ചു വരുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വേദവാക്യത്തെ കാണേണ്ടത്. കാരണം സങ്കീർത്തനക്കാരൻ വീണ്ടും ഒരു ലോകതത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട്, നീയാണല്ലോ എന്നെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. അതായത് ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവത്തെ പറ്റിയും അമ്മയുടെ മുല കുടിക്കുമ്പോൾ നിർഭയം ദൈവം വസിക്കുമാറാക്കിയെന്നും സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ ഘട്ടം ഘട്ടമായ മാറ്റങ്ങൾ എത്ര വലുതാണെന്നോ ആലോചിച്ചോണം. മറ്റാരോടും പറയാൻ പോകുന്നില്ല, തന്നെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കൈവിട്ടതെന്തേ എന്ന് സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ സങ്കീർത്തനക്കാരൻ തന്നെ ഈ ഒരു സാഹചര്യം എത്തിയപ്പോൾ പറയുന്നത്, അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ചവൻ നീയാകുന്നു. പ്രിയമുള്ളവരെ, ചില കാര്യങ്ങളൊക്കെ പരാതികളും പരിഭവങ്ങളും ഒക്കെ വരുമ്പോൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പലരുടെയും അഭിപ്രായങ്ങൾ തേടി പോകുമ്പോഴാണ്, കാര്യസാധ്യത്തിന് വേണ്ടി പോകുമ്പോഴാണ്, അതിങ്ങനെയൊക്കെ നടക്കണമെന്ന് നമ്മൾ ബലം പ്രയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതേസമയം സ്വന്തമായിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴുണ്ടല്ലോ, ഇതിനൊക്കെ മറുപടി ദൈവം തരും. എൻ്റെ തകർന്നിരിക്കുന്ന മനസ്സിന് മറുപടി തരേണ്ടത് ദൈവമാണ്. ഞാനത് പണ്ഡിതന്മാരോടോ പ്രമാണികളോടോ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. സ്നേഹിതരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. ഇതിനൊക്കെ ഒരു മറുപടി തരേണ്ട ദൈവമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരനോട് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക, അവനെക്കൊണ്ട് പറയിപ്പിക്കുകയാണ്. ദൈവം അവനോട് സംസാരിക്കുന്നതായിട്ട് പറയുകയാണ്. അവന് തിരിച്ചറിഞ്ഞു, അയ്യോ, എൻ്റെ അമ്മയുടെ അന്തരംഗത്തിൽ ഉരുവായപ്പോൾ എന്നെ അറിഞ്ഞ ഒരു ദൈവമാണ് നീ. എൻ്റെ അമ്മയുടെ ഗർഭാശയം മുതൽ നീ എൻ്റെ ദൈവമാണ്.
മുല കുടിക്കുമ്പോൾ നിർഭയം വസിക്കുമാറാക്കി. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നീയാണ് എന്നെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. അന്ന് പുറത്തു വന്നപ്പോൾ സങ്കീർത്തനക്കാരന് അതറിയത്തില്ലായിരുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നു. അതെങ്ങനെ ജനിച്ചു വീഴുന്നു എന്ന് ആ കുഞ്ഞിനറിയാമോ? അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ആരാ തന്നെ പ്രസവിച്ചതെന്നും മുലയൂട്ടിയതെന്നും ചെറുപ്രായത്തെപ്പറ്റിയൊന്നും ഒരു കുഞ്ഞിന് ഓർമ്മ കാണത്തില്ല. അവൾ നേരിട്ട് തിരിച്ചറിയുകയാണ്, എൻ്റെ അമ്മ ഇതാണ്, എൻ്റെ അപ്പൻ ഇതാണ്. എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ പുറപ്പെടുവിച്ചവനെന്ന് പറയുമ്പോൾ അതിന് 2 തലങ്ങളുണ്ട്. അതിലൊന്നാമത്തെ തലം, എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ ഞാനായിരുന്നപ്പോൾ അമ്മ അനുഭവിച്ച നൊമ്പരങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി പറയും, ശരിയാണ്. പെറ്റ തള്ളി അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒത്തിരിയാണ്. അത് നമ്മൾ ഓർക്കണം. ആ സമയത്ത് ഉറക്കിളച്ചതും വഹിച്ചുകൊണ്ട് നടന്നതും കുനിയാൻ പറ്റാതിരുന്നതും ഉറങ്ങാൻ പറ്റാതിരുന്നതും ബാത്റൂമിൽ പോലും പോകാൻ ബുദ്ധിമുട്ടിയതും അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇന്ന് പലർക്കും ഇതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ആ പ്രയാസങ്ങളെക്കുറിച്ചൊന്നും ഓർക്കത്തില്ല. ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ, കുളിക്കാതെ, വിശ്രമിക്കാതെ കഷ്ടപ്പെട്ട ഒരു അമ്മയുടെ നൊമ്പരത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയും. പക്ഷേ അതിനേക്കാളുമൊക്കെ ഉപരിയായി വേറൊരു കാര്യം കൂടി സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതിനെ അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് പറയുകയാണ്, അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ചവൻ നീയാണ്. മെഡിസിൻ ഉണ്ടായിരുന്നു, വൈദ്യന്മാരുണ്ടായിരുന്നു, വയറ്റാട്ടിമാരുണ്ടായിരുന്നു, പക്ഷേ പുറപ്പെടുവിച്ചവൻ നീയാണ്. അമ്മയുടെ ഗർഭാശയത്തിൽ ഞാനായിരുന്നപ്പോൾ എനിക്ക് പോഷണം നൽകിയ രീതി, ശ്വാസം നൽകിയ രീതി, ആശ്വാസം നൽകിയ രീതി, അതൊക്കെ നിന്റെ പദ്ധതിയായിരുന്നു. ഇന്ന സ്ഥാനത്താ കിടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ആരോട് സംസാരിക്കാനില്ല. ആ പാത്രത്തിലെ അന്ധകാരത്തിലായിരുന്നപ്പോൾ, അധികം ചലിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നപ്പോൾ, കൈയും കാലും വളരാതിരുന്നപ്പോൾ, വായിൽ കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്നപ്പോൾ, ആ സമയത്തും ദൈവം നടത്തി. 10 മാസത്തിലധികമായിട്ട് ആ ഉദരത്തിൽ തന്നെ കടന്നു വളർന്നു. അവിടെ നിന്നാണ് പുറത്തേക്ക് വന്നത്. ഭക്ഷണം കഴിച്ചാലും മരുന്ന് കൊടുത്താലും അതിനെ വളർത്തുന്നതിന് ദൈവത്തിൻ്റെ ഒരു ഘട്ടമുണ്ട്. ഒരു കൊച്ചു കാര്യം മതി, ശ്വാസം മുട്ടിച്ചാകാനും ചലനമില്ലാതെ പോകാനുമൊക്കെ ഒരു നിസ്സാര കാര്യം മതി. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നിങ്ങൾ ഞാനുമൊക്കെ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഈ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വന്നത് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, എവിടെയാകണമെന്ന് അറിഞ്ഞുകൊണ്ടല്ല, ആണോ പെണ്ണോ എന്നറിഞ്ഞുകൊണ്ടല്ല. പക്ഷേ നമ്മൾ വന്നു അജ്ഞാതമായൊരു ലോകത്തിലേക്കാണ്. അപ്പനെ അറിയത്തില്ല, അമ്മയെ അറിയത്തില്ല, ബന്ധുമിത്രാദികളെ അറിയത്തില്ല, ആരുമില്ലാത്തവനെ പോലെ നമ്മളൊക്കെ വന്നു, വെറും കൈയോടെ വന്നു. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ ദൈവം നമുക്ക് ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ തന്നില്ലയോ? ജീവിത പങ്കാളികളെ തന്നു, കുഞ്ഞുങ്ങളെ തന്നു, തലമുറകളെ തന്നു. ആരും അറിയാത്തവരെ പോലെ ജനിച്ചു വീണ നമ്മൾക്ക് എല്ലാം ഉള്ളവരായി തീർന്നു, അറിവുള്ളവരായി തീർന്നു. ഇനി നമ്മൾ കടന്നു പോകുന്നത് അറിയാത്ത ഒരു ലോകത്തേക്കല്ല, ദൈവമുള്ള പുത്രനുള്ള പരിശുദ്ധ റൂഹായുള്ള ഒരു ലോകത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരുക്കപ്പെട്ട ലോകത്തേക്കാണ് കടന്നു പോകുന്നത്. അത് നമ്മൾ പ്രാർത്ഥനയോട് ചിന്തിക്കണം. ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ ചേരുവാനെന്നുള്ളം കാംക്ഷിക്കുന്നു. കണ്ണിനു കാണുന്നതൊന്നുമല്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ ഉണ്ടെനിക്കായൊരു മോക്ഷ വീടേ. ഇണ്ടേലകന്നു ഞാൻ വാഴുമങ്ങ്, ദൈവമുണ്ടേ അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട് ദൈവദൂതരുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ളൊരു ഭാഗ്യാവസ്ഥ അതാ. ഇനിയും പോയാലും ഈ അജ്ഞാത ലോകത്തിൽ ഇത്രത്തോളം കരുതിയ ഒരു ദൈവം നമുക്കുള്ളതിനാൽ ഇനിയും നമ്മൾ പോകുന്നത് അജ്ഞാത ലോകത്തേക്കല്ല, ജ്ഞാത ലോകത്തേക്കാണ്, എൻ്റെ ദൈവമുള്ള ലോകത്തേക്കാണ്, തൃത്വ ദൈവമുള്ള ലോകത്തേക്കാണ്, വിശുദ്ധന്മാരും നിർമ്മലന്മാരും ദൂതന്മാരും സ്തുതിഗീതങ്ങൾ പാടുന്ന ലോകത്തേക്കാണ്.
ഇവിടെ കരുതിയ ദൈവം അവിടെ നമ്മളെ നടത്തുമെന്നുള്ളൊരു വലിയ വിശ്വാസവും ഒരു പ്രതീക്ഷയും പ്രത്യാശയും നമുക്കുണ്ടാകണം. വീണ്ടും പറയുന്നു, എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. അതൊരു പ്രത്യേകമായൊരു ആഹ്വാനമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അമ്മയുടെ ഉദരത്തോട് ചേർന്ന് മുലപ്പാൽ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം, താൻ കുടിക്കുന്നത് എന്താണെന്നറിയാതെ, എങ്ങനെയാണെന്നറിയാതെ ഒരു പിഞ്ചു കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ നുകരുന്നത് പോലെയുള്ളൊരു അനുഭവം നമ്മളെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്നുണ്ട്, മുലപ്പാൽ കുടിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്, സമയത്ത് മുലപ്പാൽ കൊടുത്തില്ലെങ്കിൽ കരയുന്നുണ്ട്. കുഞ്ഞ് കരയുമ്പോൾ അമ്മ മനസ്സിലാക്കും, 2-3 കാര്യങ്ങൾ ഓർക്കും. കുഞ്ഞിന് വിശന്നിട്ടാണോ, ഉറക്കമില്ലാഞ്ഞിട്ടാണോ, പേടിച്ചിട്ടാണോ, രോഗമോ അസ്വസ്ഥതകളോ വന്നിട്ടാണോ? ഒരു നല്ല അമ്മയ്ക്ക് അതൊക്കെ തിരിച്ചറിയാൻ പറ്റും. കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴേ അറിയാം. കുഞ്ഞ് കിടന്ന് കരയുമ്പോഴേ പറയും, വാവോ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലും, കുഞ്ഞിനെ എടുക്കും, ചില ഘട്ടത്തിൽ മുലപ്പാൽ കൊടുക്കും. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഒരു പേടിയില്ലാതെ, ഭയമില്ലാതെ, എന്താണെന്നറിയാതെ, ഭക്ഷണമാണോ പാനീയമാണെന്നോ അറിയാതെ ഒരു കുഞ്ഞ് മുലപ്പാൽ നുകർന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് അതിന് തന്നെ അറിയത്തില്ലായിരുന്നു. അതിനെ നോക്കിയൊരമ്മയുണ്ട്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ചപ്പോൾ എൻ്റെ ദൈവമാണ് എന്നെ നിർഭയം വസിക്കുമാറാക്കിയത്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്, അടുപ്പിക്കുകയാണ്. മാതൃസ്നേഹത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും പറയുകയാണ്. അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, ആ സമയത്ത് അമ്മ അനുഭവിച്ച വേദനയെക്കുറിച്ചും നൊമ്പരത്തെക്കുറിച്ചും അസ്വസ്ഥതകളെക്കുറിച്ചും ഒരു ഭാഗത്ത് ഓർപ്പെടുത്തിക്കൊണ്ട് ദൈവമാണ് അതിലും ഇടപെട്ടവൻ. അമ്മ അനുഭവിച്ച വേദന പോലെ എൻ്റെ ദൈവവും വേദന അനുഭവിച്ചിട്ടുണ്ട്. അമ്മ ഉറക്കമില്ലാതിരുന്നത് പോലെ എൻ്റെ ദൈവവും എനിക്ക് വേണ്ടി ഉറക്കമില്ലാതിരുന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്. ഇതൊരു വലിയ സ്നേഹമാണ് പ്രിയമുള്ളവരെ, ഒരു വലിയ വ്യാഖ്യാനമാണ്. നമ്മൾ അതുകൊണ്ടാണ് പാടുന്നത്, പെറ്റാതള്ളയേക്കാളുറ്റു സ്നേഹിക്കുന്ന, പെറ്റാതള്ളയേക്കാളുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 22-9 വാക്യത്തിലൂടെ ഗർഭാശയത്തിലെ സംഗതികളെക്കുറിച്ച് പറഞ്ഞു വ്യാഖ്യാനിച്ച സങ്കീർത്തനക്കാരൻ അമ്മയുടെ സ്നേഹത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് 2 കാര്യങ്ങളിൽ ഓർമ്മ വേണം. നമ്മെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുവിച്ച, നിർഭയത്വത്തോടെ മുല കുടിക്കുവാൻ അനുവദിച്ച ദൈവകരുണ, അതിനുവേണ്ടി ദൈവം ഇരിപ്പിടമാക്കിയ, മുഖാന്തരമാക്കിയ നമ്മുടെ അമ്മമാർ, നമ്മുടെ മാതാപിതാക്കൾ, ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്, അകൽച്ച വന്നിട്ടുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്നു, അമ്മയോടുള്ള ബന്ധത്തിൽ വന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ അകൽച്ച വരുമ്പോൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലും അകൽച്ച വരും. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അകൽച്ച വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും അകൽച്ച വരും. ഇത് രണ്ടും ചേർന്ന് പോകണം. ദൈവത്തെ ഹൃദയംഗമായിട്ട് സ്നേഹിക്കുകയും ദൈവത്തോട് ചേരുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കളെയും ബഹുമാനിക്കും. അപ്പോൾ അവരുടെ കാര്യത്തിൽ നമുക്ക് സമയമില്ലാതെ വരത്തില്ല, അവരെക്കുറിച്ച് ഓർക്കാതിരിക്കത്തില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു സമയത്തെങ്കിലും വിളിച്ച് നമ്മൾ അന്വേഷിക്കും. അല്ലെങ്കിൽ അകന്നു പോയാൽ മാസത്തിലൊരിക്കൽ പോലും ചിലപ്പോൾ വിളിക്കാൻ നമ്മൾക്ക് സാധിച്ചെന്ന് വരത്തില്ല. അവരുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇടവരത്തില്ല. അപ്പോൾ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അന്വേഷിക്കുമ്പോൾ ഓർത്തോണം, എൻ്റെ ദൈവത്തിന് എന്നെക്കൊണ്ട് എന്താണ് ആവശ്യം. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ
അവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ അവർക്കെന്താണ് ആവശ്യം? ഇത് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇതൊന്നൊന്നിൽ നിന്ന് അകന്നിരിക്കുന്നതല്ല, പരസ്പരം ചേർന്ന് പോകേണ്ടതാണ്. കുടുംബ ബന്ധത്തെയും സാമൂഹ്യ ബന്ധത്തെയും ഒക്കെ ശക്തീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്താധാരകളാണ്. വീണ്ടും ഓർത്തോണം, ഗർഭാശയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഗർഭാശയം മുതൽ നീ എൻ്റെ ദൈവമാകുന്നു. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്, ശ്രദ്ധേയമായൊരു ചിന്ത. ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നവൻ നീയാകുന്നു, അമ്മയുടെ മുലപ്പാല് നിർഭയത്വത്തോടെ കുടിക്കുവാൻ ഇടയാക്കിയവൻ നീയാകുന്നു. അതൊരു യാഥാർത്ഥ്യം, ഒരു തിരിച്ചറിവ്. ഇവിടെ വീണ്ടും പറയുകയാണ്, ഗർഭാശയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ഉരുവാകുന്ന സമയം മുതൽ ദൈവമേ ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഗർഭാശയം മുതൽ നീ എൻ്റെ ദൈവമാകുന്നു. അതായത് ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്, നമ്മുടെ ഭക്തിയുടെ അനുഭവം എന്ന് പറയുന്നത്, ദൈവത്തിങ്കിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ, അകന്നവരല്ല. ഈ ദൈവത്തിങ്കിൽ ഏൽപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഇത് നമ്മളെ ഏൽപ്പിച്ചതല്ല, നമ്മൾ സ്വയമേവ ദൈവത്തിലേക്ക് ആക്കപ്പെട്ടവരാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, ഞാൻ ഇത്ര മണിക്ക് പ്രാർത്ഥിക്കണം, ഇത്ര ദിവസം ഉപവസിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് നമ്മളൊരു കണ്ടീഷണൽ ക്ലോസ് ആയിട്ടാണ് പറയുന്നത്, ഞാനതൊക്കെ ചെയ്താൽ എനിക്കിതൊക്കെ കിട്ടണം, ഞാൻ ഇന്ന കാര്യം നിവർത്തിക്കാൻ ഇന്നതൊക്കെ ചെയ്യും. പ്രിയമുള്ളവരെ, അതല്ല സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാൻ ഏൽപ്പിക്കപ്പെട്ടു. ഏൽപ്പിക്കപ്പെട്ടത് എന്നാലല്ല, വിധിയുടെ പ്രമാണം പോലെ, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ഞാൻ ദൈവത്തിങ്കിൽ ഏൽപ്പിക്കപ്പെടാനുള്ളവനാ. അതിൽ നിന്ന് മറ്റാരുടെയും അടുക്കിലേക്ക് ഏൽപ്പിക്കപ്പെടാനില്ല. നമ്മൾ പലപ്പോഴും പറയും, ഞാൻ ഇന്നാളുമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്, ഇന്നാളാണ് എനിക്ക് ഇന്നതൊക്കെ തന്നത്, ഇന്നാൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. ചിലരൊക്കെ പറയത്തില്ല, ചിലപ്പോൾ പറയാറുണ്ട്, പ്രാർത്ഥനയുടെ ഭാഗമായിട്ട്, ഭക്തിയുടെ ഭാഗമായിട്ട് പറയും, കുഞ്ഞിനെ അടിമ വയ്ക്കുന്നു, അടിമ അഴിക്കുന്നു. ഇതൊക്കെയെന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഒന്നുകൂടെ തിരിച്ചറിയാനുണ്ട്. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടു. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഞാൻ അവനുള്ളവനാണ്. ഏൽപ്പിക്കപ്പെട്ടു എന്നുള്ള വാചകം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരേൽപ്പിച്ചു, എങ്ങനെ ഏൽപ്പിച്ചു എന്നുള്ളതല്ല, ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു. എനിക്ക് ഓർമ്മയും ബുദ്ധിയും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തിങ്കിൽ ഏൽപ്പിക്കപ്പെട്ടു. അതൊരു വലിയ ഉറപ്പാണ് കേട്ടോ. നമ്മൾ പറയത്തില്ലേ, ഞാൻ ഇന്ന ആളെ ഏൽപ്പിച്ചേക്കുക, ഇന്നതിനാൽ മുദ്രയിടപ്പെട്ടേക്കുക, എൻ്റെ സ്വത്ത്, എൻ്റെ സ്വർണം സുരക്ഷിതമായൊരു ബാങ്ക് ലോക്കറിലുണ്ട്, വിശ്വസ്തമായൊരു ബാങ്കിലാണ് എൻ്റെ നിക്ഷേപം, പൊട്ടിപ്പോകുന്നിടത്തല്ല എന്നൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഒരുപക്ഷെ വലിയ പലിശ കിട്ടത്തില്ല, വലിയ പലിശയില്ല, അമിതമായ ലാഭം കിട്ടത്തില്ല. പക്ഷെ എന്നാലും എൻ്റെ നിക്ഷേപമുള്ളത് ഒരു സുരക്ഷിതമായ ബാങ്കിലാണ്, സുരക്ഷിതമായൊരു കയ്യിലാണ്, സുരക്ഷിതമായ മേഖലയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആയതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ ഏൽപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവത്തെ അങ്ങ് ചുമതലപ്പെടുത്തിയേക്കുക. എല്ലാം നോക്കിക്കോണം, ദൈവം തന്നെ ഏൽപ്പിക്കപ്പെടുകയാണ്, ദൈവം തന്നെ സമർപ്പിതമാക്കുകയാണ്. എന്നെനിക്കും നിങ്ങൾക്കും ആ ഒരു ചിന്ത വേണം. ഞാൻ എൻ്റെ ദൈവത്തിങ്കിൽ ഏൽപ്പിക്കപ്പെട്ടതാണ്. ദൈവത്തിങ്കിൽ ഏൽപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സുരക്ഷിതത്വം കൂടുതലല്ല, ഉത്തരവാദിത്വമൊക്കെ ദൈവത്തിൻ്റെ കൈകളില്ല. അങ്ങനെ ഒരു ഏൽപ്പിക്കലിന്ന്, തിരിച്ചറിവിന്ന് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പല പരാജയങ്ങളുടെയും പിന്നിലുള്ളത്. എനിക്കാരുമില്ല, ഒന്നുമില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, എൻ്റെ അമ്മയുടെ ഗർഭാശയം മുതൽ നീ എൻ്റെ ദൈവമാകുന്നു. നീ എൻ്റെ ദൈവമാകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോഴല്ല ഞാൻ ദൈവത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയത്. എനിക്ക് മറ്റൊരു ദൈവമില്ല, മറ്റൊരു അഭയസ്ഥാനമില്ല. ഗർഭാശയത്തിൽ വെച്ച് രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ നീ എൻ്റെ ദൈവമാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ള തിരുവചനം പോലെ എൻ്റെ ദൈവം എനിക്ക് ശക്തിയാണ്, എനിക്ക് ബലമാണ്, പ്രത്യാശയാണ്. പാട്ടുകാരൻ പാടിയത് അതുകൊണ്ടാണ്. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോർത്തിടണം. അതിനാൽ കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ
ആനന്ദായുഗം വാണിടുന്ന. സങ്കീർത്തനങ്ങൾ 22-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവത്തെപ്പറ്റി, അമ്മയുടെ മുല കുടിക്കുമ്പോൾ നിർഭയം വസിക്കുമാറാക്കിയ ദൈവത്തെപ്പറ്റി, ഗർഭാശയത്തിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട അവസ്ഥയെപ്പറ്റി, അമ്മയുടെ ഗർഭാശയം മുതൽ തന്നെ നീ എൻ്റെ ദൈവമാകുന്നു എന്ന സാക്ഷ്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ദൈവമേ, നീ എന്നെ തള്ളിക്കളഞ്ഞതെന്ത്, കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ വാചകം കേട്ടോണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അതിശക്തമായ സാക്ഷ്യം ഈ ലോകത്തിന് കൊടുക്കണം. പലരും സാക്ഷ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തെ എതിർത്തവർ, അതിനെ അപമാനമായി കണ്ടവർ, പ്രാർത്ഥിക്കാതിരുന്നവർ ഒക്കെ അതിശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരും പറയാത്ത കാര്യങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, എൻ്റെയോ നിങ്ങളുടെയോ കുടുംബത്തിൽ ദൈവത്തോട് ചേരാതെ ദൈവത്തെ എതിർക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലും ഓർത്തോണം, അവൻ വലിയ സാക്ഷ്യം പറയും. കർത്താവിൻ്റെ വലിയ സാക്ഷിയാകും. എല്ലാവരെയും സ്നേഹിക്കുന്നവരാകും, എല്ലാവരെയും കരുതുന്നവരാകും. ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവമാകുന്നു എന്ന് സാക്ഷിച്ച സങ്കീർത്തനക്കാരനെ പോലെ വലിയ സാക്ഷ്യങ്ങൾ ഇനിയും പലരും പറയാനുണ്ട്. നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ലാത്തത് പറയാറുണ്ട്. നമ്മുടെ മുൻപിലൂടെ വ്യർത്ഥമായി നടക്കുന്നവർ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ദൈവിക ചിന്തകൾ പങ്കുവെക്കാനുണ്ട്. ജീവിക്കാൻ യോഗ്യതയില്ല എന്ന് തോന്നുന്നവരും ആരോഗ്യമില്ലാത്തവരും വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇന്ന് കഴിവില്ല എന്ന് വിചാരിക്കുന്നവൻ നാളെ വലിയ കാര്യങ്ങൾ പറയും. ദേശം ദേശമായി യേശു ഭരണം ചെയ്യുമ്പോൾ മോശക്കാരെന്നിവിടെ കണ്ടോർ കൂടെ വാണിടും. മോശക്കാരെന്നിവിടെ കണ്ടോർ കൂടെ വാണിടും. അതേ പ്രിയമുള്ളവരെ, എൻ്റെ നിങ്ങളുടെയും ജീവിതവും സാക്ഷ്യവും ഇവിടെ മോശക്കാരായി വിലയിരുത്തപ്പെടുന്നവർ ദൈവത്തോടൊപ്പം കൂടെ വാഴാനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.